പാതിവില ഇരുചക്ര വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് അക്കോവ എന്ന സന്നദ്ധ സംഘടനയുടെ ഓഫീസിൽ സ്ത്രീകളുടെ പ്രതിഷേധം. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പിനിരയായ സ്ത്രീകൾ ബന്ധുക്കളോടൊപ്പം പ്രതിഷേധവുമായി എത്തിയത്. കോതമംഗലത്ത് വിമലഗിരി സ്കൂളിന് സമീപം അക്കോവ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഓൾ കേരള ഓർഫൻസ് വെൽഫെയർ അസോസിയേഷൻ ഓഫീസിലാണ് ബുധനാഴ്ച രാവിലെ പ്രതിഷേധവുമായി തട്ടിപ്പിനിരയായ സ്ത്രീകളും അവരുടെ ബന്ധുക്കളും എത്തിയത്. ഡോക്ടർ സജികുമാർ എന്നയാൾ നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് അക്കോവ. 50% സബ്സിഡിയോടുകൂടി 2 വീലർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പണം വാങ്ങി കബളിപ്പിക്കുകയായിരുന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായാണ് സജികുമാറും പ്രവർത്തിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഒക്ടോബറിൽ അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് പുറത്തുവന്നതോടെ പറ്റിക്കപ്പെട്ടോ എന്നറിയാൻ ഡോക്ടർ സജികുമാറിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. വാഹനം ഉറപ്പായും കിട്ടുമെന്നും തന്നെ വിശ്വസിക്കാമെന്നും ഡോക്ടർ സജികുമാർ പറഞ്ഞു. എന്നാൽ വാഹനം കിട്ടിയില്ല, പണവും തിരിച്ചു തന്നില്ല. 520ഓളം പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തിട്ട് മുങ്ങി നടക്കുന്ന സജികുമാറിനെതിരെ പോലീസ് യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ സൊസൈറ്റിയിൽ പൈസ അടച്ചത് മെയ് 10-ാം തീയതിയാണ് 2 വീലർ എന്ന വണ്ടിക്ക് വേണ്ടി. ഞങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ വണ്ടി തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളെ ഇതിലേക്ക് ചേർത്തത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 505 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും വണ്ടി കൊടുത്തില്ല. ഉദ്ഘാടനത്തിന് 1-2 പേർക്ക് വണ്ടി കൊടുത്തുകൊണ്ട് ഒരു ഉദ്ഘാടനം ചടങ്ങ് മാത്രമായിട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ വീണ്ടും ആളുകളെ ചേർത്ത് വണ്ടിക്ക് ക്യാഷ് അടപ്പിച്ചിട്ടുണ്ട്. ഈ 505 വണ്ടിയിൽ കൊടുക്കാൻ ഉത്തരവാദിത്തം കാണിക്കാൻ വീണ്ടും ആളെ ചേർപ്പിക്കാനുള്ള ഒരു സമീപനമാണ് അയാൾ കാണിച്ചത്, സജികുമാർ എന്ന കാണിച്ചത്. അദ്ദേഹം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി നമ്മളൊരു 520ഓളം പേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തിട്ട് ഇപ്പോൾ മുങ്ങി നടക്കുകയാണ്. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ 3 FIR ഇട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ 3 FIR ഇട്ടിട്ടുണ്ടെന്ന് ഇരിക്കെ തന്നെ ഇതുവരെ ആളെ അറസ്റ്റ് ചെയ്യോ അങ്ങനെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ടോ, അല്ലെങ്കിൽ പോലീസിൻ്റെ സപ്പോർട്ടുണ്ടോ, മീഡിയയുടെ സപ്പോർട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾക്ക് വാഹനം തരിക. ഇനിയിപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എത്രയും വേഗം നമുക്ക് നമ്മൾ അടച്ചിരിക്കുന്ന പൈസ എത്രയാണോ അത് തിരിച്ചു തരിക. അത് ചോദിച്ചു കഴിയുമ്പോൾ ആൾ പറയുന്നത് BPL കാർഡുകാർക്ക് ആദ്യം കൊടുക്കാം, അല്ലെങ്കിൽ APL കാർഡുകാർക്ക് ആദ്യം കൊടുക്കുക. അങ്ങനെയല്ല, നമ്മൾ APL BPL നോക്കിയിട്ടല്ല ഇവിടെ പൈസ അടയ്ക്കുകയുണ്ടായിരുന്നത്. നമ്മളുടെ പൈസ അദ്ദേഹം നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് വളരെ കറക്റ്റായിട്ട് ലീഗലായിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അതിന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം പാതിവില ഇരുചക്രവാഹന തട്ടിപ്പിൽ സജികുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണെന്നും കോതമംഗലം പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.